എൻ്റെ പേര് ജീസ് ജോഷി. ഇത് ലിൻഡ. കുഞ്ഞുമക്കൾ ഇസബൽ ജെറാൾഡ്. ഞങ്ങൾ തൃശ്ശൂർ പള്ളിക്കുന്നിൽ നിന്നാണ് വരുന്നത്. ദൈവം ഞങ്ങൾക്ക് നൽകിയ 2 കൃപകൾക്ക് നന്ദി പറയാനാണ് ഞങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. ആദ്യത്തേത് എൻ്റെ മമ്മിയുടെ രോഗവുമായി ബന്ധപ്പെട്ടൊരു ഭാരം കർത്താവ് ഏറ്റെടുത്തതിനെ കുറിച്ചാണ്. കഴിഞ്ഞ വർഷം 2025 ഒക്ടോബറിൽ യാദൃശ്ചികമായി ചെയ്ത ഒരു അൾട്രാസൗണ്ട് സ്കാനിൽ മമ്മിയുടെ പാൻക്രിയാസിൻ്റെ ടെയിൽ എൻഡിൽ ഒരു സിസ്റ്റ് ഉള്ളതായിട്ട് കാണപ്പെട്ടു. ഞാനൊരു ഡോക്ടറാണ്, ഫിസിഷ്യനാണ്, ഫാമിലി മെഡിസിൻ ഫിസിഷ്യനാണ്. അപ്പോൾ അത് പിന്നീട് വിദഗ്ധ അഭിപ്രായം തേടുകയും അൾട്രാസൗണ്ടിന് ശേഷം CT ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യുകയും ചെയ്തപ്പോൾ അത് സിസ്റ്റാണ്, എടുത്തു കളയണമെന്നുള്ള ഒരു ഒപ്പീനിയനാണ് ലഭിച്ചത്. അതുപ്രകാരം ഞങ്ങൾ സർജറിയുമായിട്ട് പ്രൊസീഡ് ചെയ്തു. എന്നാൽ സർജറി ഗൗരവതരമല്ലാത്തതിനാൽ ലാപ്രോസ്കോപ്പിക്കായി ചെയ്യാനായിരുന്നു ആദ്യത്തെ തീരുമാനം. അങ്ങനെ തിയേറ്ററിലേക്ക് പ്രവേശിക്കുകയും കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് ഓപ്പൺ സർജറിയായി ചെയ്യേണ്ടി വരികയും ചെയ്തു. അതിന് കാരണം അസിസ്റ്റ് ചുറ്റുമുള്ള ഇടങ്ങളിൽ അഡ്ഹേസ്ഡ് ആയതുപോലെയുള്ള ഒരു ഫൈൻഡിങ് ആണ് ഇൻട്രാ ഓപ്പറേറ്റീവ്ലി അവർ കണ്ടത്. അത് ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നീട് ഗുരുതരമായി തീരാൻ സാധ്യതയുള്ള ഒരു ലക്ഷണവും കൂടിയായിരുന്നു. അതിനാൽ ഞങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. വൈദ്യശാസ്ത്രം നൽകിയ ബോധ്യത്തിനപ്പുറത്ത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സാക്ഷ്യം നൽകാമെന്ന് നേർന്നു. എൻ്റെ പപ്പ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുകയും ചെയ്തു. ഞങ്ങളെല്ലാവരും കുടുംബസമേതം എല്ലാവരും ദിവ്യകാരുണ്യ സന്നിധിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ ബയോപ്സി റിസൾട്ട് വരികയും ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ ചുറ്റുമൊന്നും ബാധിക്കാത്ത, മാർജിൻസ് എല്ലാം നെഗറ്റീവായ, ലിംഫ് നോഡുകളെല്ലാം 22ഓളം ലിംഫ് നോഡുകൾ കഴലുകൾ സ്കാൻ ചെയ്തതിൽ, അതായത് ബയോപ്സിക്ക് അയച്ചതിലൊന്നും പോസിറ്റീവ് അല്ലാതെല്ലാം നെഗറ്റീവായിരുന്ന ഒരു ക്യാൻസർ ആയത് ലഘുതരമായി തീരുകയും ചെയ്തു. അങ്ങനെ ദൈവം അത് അത്ഭുതകരമായി ഒരു ഭാരം, ഞങ്ങളുടെ മനസ്സിനെ ഉണ്ടായിരുന്നൊരു വലിയൊരു ഭാരം ഏറ്റെടുത്തു. രണ്ടാമത്തെ അനുഗ്രഹം ലിൻഡയുമായി ബന്ധപ്പെട്ടതാണ്. ലിൻഡ MD ജനറൽ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവം ഞങ്ങൾക്ക് 2 കുഞ്ഞുമക്കളെ നൽകി അനുഗ്രഹിച്ചത്. അതിനിടയിൽ അവസാന വർഷം ഇവനെ, രണ്ടാമത്തെ കുഞ്ഞിനെ പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോഴാണ് അവൾ പരീക്ഷ എഴുതാനായിട്ട് ഇടവന്നത്. എന്നാൽ അവൾക്ക് അത് ക്ലിയർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് രണ്ടാമത് എഴുതാനായിട്ട് അറ്റംപ്റ്റ് ചെയ്തിരുന്നെങ്കിലും അപ്പോഴും പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. ഒരു തവണ എക്സാം എഴുതാനും സാധിച്ചിരുന്നില്ല. ഞങ്ങൾ പിന്നീട് ദിവ്യകാരുണ്യ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ഇവരെ പരിചരിച്ചുകൊണ്ട് തന്നെ ഈ പരീക്ഷ എഴുതി പാസ്സാകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഓൺലൈനായിട്ട് പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നൽകിയ ചില പ്രേരണകൾ അനുസരിച്ച് ചിലത് പഠിക്കുവാനും അങ്ങനെ അതെല്ലാം പരീക്ഷയ്ക്ക് വരുവാനും ഇടയായി. അങ്ങനെ ഈ ജനുവരി മാസം നടന്ന പരീക്ഷയിൽ അവൾക്ക് വിജയം ലഭിക്കുകയും സ്വർഗത്തിലെ ദൈവം വിജയം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന ദിവ്യകാരുണ്യനാഥനും ഞങ്ങളുടെ ഭാരങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇറക്കി വയ്ക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന ബഹുമാനപ്പെട്ട കാനാട്ടച്ഛനും ജെറുസലം ധ്യാന കേന്ദ്രത്തിലെ ടീം അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത ലഭിച്ച ഈ അനുഗ്രഹം ദൈവമഹത്വത്തിനായി ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി.